വയ്ക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ അവിയലാണ് വയ്ക്കാൻ പോകുന്നത്. അവിയൽ വയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികൾ എടുത്തരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചേന, കായ, നേന്ത്രക്കായാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, വെള്ളരി, മുരിങ്ങക്കായ, അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കഷ്ണം പാവയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇത് മൂന്നും നമ്മൾ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഷ്ണം കൊണ്ട് നമ്മൾ അവിയൽ വയ്ക്കാൻ പോവുകയാണ്. അവിയൽ വയ്ക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. നമ്മൾ അവിയലിന് കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഒരു 4 പച്ചമുളക്, ഒരു സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ അവിയൽ വയ്ക്കുമ്പോൾ വെള്ളമൊന്നും കണ്ടമാനം ഒഴിക്കാൻ പാടില്ല. ഇതിലുള്ള വെള്ളം മതി. ചെറിയ തീയിൽ ഇത് വെന്ത് വരും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂട് പിടിച്ച് അതിനെ നല്ല ആവി വരുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം അവിയലിൻ്റെ കഷ്ണം വേവിച്ചെടുക്കാനായിട്ട്. വേവായിട്ടുണ്ട്. നമ്മൾ അരയ്ക്കാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണിത്. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കുക. ഫൈനായിട്ടൊന്നും അരയ്ക്കരുത്. നമുക്കിനി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലെവലിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ നന്നായിട്ട് ചേർക്കണം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കുമ്പോൾ അതിലാണ് അതിൻ്റെ മണവും ടേസ്റ്റും. നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ആ ഒരു മണമാണ് നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഒക്കെ മണം പിടിച്ച് നല്ല നമ്മുടെ അവിയൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അവിയലാണ്. എല്ലാവരും എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മളെ വിഷു സ്പെഷ്യൽ അവിയലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.